അല്ല, അതിപ്പം പൂർണ്ണമായിട്ട് പരിശോധിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. CPI പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല ഞാനല്ലേ പറയേണ്ടത്. എന്നെ സംബന്ധിച്ച് CPM പറ്റി പറയുമ്പോൾ ഞാനല്ലേ പറയുന്നത് അതിൻ്റെ വക്താവായിട്ട്. CPIM സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കണം. പരിശോധിച്ച് നോക്കിയിട്ട് ആവശ്യമായ നിലപാടാണ് അതിൽ സ്വീകരിക്കേണ്ടത്. ഇപ്പോഴും ശബരിമലയുടെ ഭാഗമായിട്ടുള്ള നേട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ BJPക്ക് ഇത്രയൊന്നും സീറ്റ് കിട്ടിയാൽ പോരല്ലോ. BJP യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിച്ച പുറത്തെന്താണുള്ളത്? വളരെ ദയനീയമായ രീതിയിലല്ലേ ഉണ്ടായത്. അവർക്ക് ഉണ്ടായിരുന്നു തന്നെ പോവല്ലേ ഇത്. അവരെ സ്വാധീനം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവല്ലേ തൃശ്ശൂർ ഒരു പാർലമെന്റ് സീറ്റ് മുഴുവൻ ജയിച്ചു എന്ന് പറയുന്ന ആ പാർലമെന്റ് മെമ്പറും അതിനുശേഷം നടത്തിയിട്ടുള്ള കലുങ്ക് സംവാദവും ഉൾപ്പെടെ മുഴുവൻ നടത്തിയിട്ടും അവിടെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചോ? ഒരു പഞ്ചായത്ത് പോലും പൂർണ്ണമായിട്ട് ജയിച്ചില്ലല്ലോ അവർ. അങ്ങനെ ഞാൻ പറയുന്നില്ല, അത് ഞാൻ നോക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ പറയുന്ന പ്രഥമ ദൃഷ്ടിയാ തന്നെ നോക്കുമ്പോൾ ഇതുപോലുള്ള പരാജയം അവർ വാങ്ങിയിട്ടുണ്ട്, ഏറ്റുവാങ്ങിയിട്ടുണ്ട്. തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, അതുപോലെ രാജരാജേശ്വരി ഉണ്ടല്ലോ, നമ്മുടെ തളിപ്പറമ്പ്, പറശ്ശിനിക്കടവ്, ഇതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രങ്ങൾ. കൊടുങ്ങല്ലൂർ, ആ വിശ്വാസ കേന്ദ്രങ്ങളിൽ ഒന്നും BJP ജയിച്ചിട്ടില്ലല്ലോ. ഈ വിശ്വാസം പറഞ്ഞു ഗുരുവായൂർ ഒന്നും അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെയും കൂടി ആയിരത്തിൽ കുറവായ വോട്ട് മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതങ്ങനെ അവർ പരോക്ഷമായും പ്രത്യക്ഷമായിട്ടും ചില വാർഡുകളിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ സ്ഥലത്തും ഒരു ഐക്യമുന്നണി ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഐക്യമുന്നണി ഉണ്ടാക്കിയില്ലെങ്കിലും ധാരണ ഉണ്ടാക്കിയിട്ടാണ് അവർ പല സ്ഥലത്തും നേടിയത്.